ബീഫ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റൈസിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിന് എന്ത് പേരിടുന്നുള്ളത് നിങ്ങൾ റെസിപ്പി കണ്ടിട്ട് പറയണം. ഇതിന് വേണ്ടിയിട്ട് മല്ലി, പെപ്പർ കോൺസ്, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഇത്രയും കാര്യങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 1.25 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ നല്ലോണം കളയണം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൗഡർ ചേർത്ത് കൊടുത്തു. 4 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഇനി റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ, പട്ട, പെപ്പർ കോൺസ്, ഏലക്കായ, ആവശ്യത്തിനുള്ള ഉപ്പ്, സോക്ക് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബസ്മതി റൈസ് ചേർത്തിട്ട് ഒന്ന് 90% ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്തതിന് ശേഷം ഇതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ബീഫ് ഞാനിവിടെ 3 വിസിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. 1 കപ്പ് സ്റ്റോക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പോട്ടിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് 2 സവാളയും 1 ക്യാപ്സിക്കോ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 മാഗി സ്റ്റോക്കും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് സ്റ്റോക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫിന്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. കുറച്ച് ചാർക്കോളും കത്തിച്ചിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പുകച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ ദം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബീഫ്, നിങ്ങൾ പേരിട്ട ഒരു സാധനം, ഞാനിതിനെ മന്തി നാട്ടോ വിളിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട്